അറിയാമല്ലോ, ഐറ്റം അല്ല നോക്കേണ്ടത്, പ്രൈസ്. അറിയാ 1500 രൂപയുടെ ഒരു സാധനം കാച്ചട്ടെ. ഒന്ന് പതുക്കെ പറ, അതിലും വില കൂടിയ ഐറ്റം വല്ലതും ഉണ്ടോ നോക്ക്. ഇല്ലല്ലേ, 1500 തന്നെ കൂടിയവൻ. ലോബ്സി ലോബ്സ്. പേര് വായിക്കൊള്ളുന്നില്ല, നീ എന്നെ വായിക്കേ. ലോബ്സ്റ്റർ തെർമിഡോ. എന്തോന്ന് ഒന്ന് വെറുതെ എറിയടേ, ഇത് 5 സ്റ്റാർ ഹോട്ടലാ, പഞ്ചാക്ഷത്രം. വുഡ് യു ലൈക്ക് ടു ഹാവ് സംതിങ് ടു ഡ്രിങ്ക് സർ? ലേശം വീശണോന്ന്. എണ്ണ അടിച്ച് കോണ്ടിരിയ. വി ഹാവ് ബ്ലഡി മേരി. മേരിയോ? ബ്ലാക്ക് ലേബൽ ഓൾഡ് ക്രോ. ഓൾഡ് ക്രോ, വയസ്സൻ കാക്ക. 5 സ്റ്റാർ ഹോട്ടലിൽ വയസ്സൻ കാക്കയോ? നോ താങ്ക് യു. സോ ക്യാൻ യു ടേക്ക് യുവർ ഫുഡ് ഓർഡർ സർ? ഓക്കെ. 3 lobster thermidos. 3 whole lobsters? Are you sure? Yes man, 3 full lobsters. എവിടെ പോയി? ബഷീറെ, ഇപ്പൊ മൊത്തം എത്ര ഡാമേജ് ആയിട്ടുണ്ട്? നോക്കാം. ഇത് കണ്ടീഷൻസ്. അത് കാറ്റിപ്പറത്ത്. നമ്മുടെ ടെക്സ്റ്റൈൽസ് പീസ്, അതായത് നമ്മുടെ സൂട്ട്, ഷർട്ട്, കോട്ട്, തൊപ്പി, കുപ്പി, കുന്തം, വടിച്ചക്രം എല്ലാം കൂടെ ഒരു 30 രൂപ മാറിയിട്ടുണ്ട്. 30,000 എന്ന് പറയടേ, മനസ്സിനൊരു സമാധാനം വരട്ടെ. ശരി. പിന്നെ റൂം അഡ്വാൻസ് ഒരു 10, ടാക്സി കറങ്ങിയത് എല്ലാം കൂടി ചേർത്തൊരു 5 വരും. അപ്പൊ നമ്മുടെ വാഹനത്തിന്റെ കാശ്? അത് 10-25 വരും. ഓഹോ, അപ്പൊ എല്ലാം കൂടി 1.5 ലക്ഷം മാറി കിട്ടിയിട്ടുണ്ട്. 1.5 ലക്ഷം? ഒരു ദിവസം കൊണ്ട് 1.5 ലക്ഷം? അപ്പൊ ഇനി ഒരാഴ്ച വേണ്ടി വരില്ല, തീർന്നോളൂ. കുറച്ചുകൂടെ തരാൻ പറയാറുന്നല്ലോ. എന്തോ? എടാ ഫെട്ടി, നീ ഭാഗ്യവാനാ. 2 ആഴ്ച കഴിഞ്ഞാ കല്യാണം ഉറപ്പാ. ദേ വരുന്നു ലോബ്സ്റ്റർ തെർമിഡോസ്. എന്റെ ദൈവമേ, ശവമഞ്ചം മരുന്ന് പോലെ ഉണ്ടല്ലോ. ഇവിടെ ഇവിടെ ഇവിടെ. അളിയത് എന്തോന്നടേ? അളിയായത് കൊഞ്ച. എന്റെ ആയുസ്സിൽ ഞാൻ ഇത്ര വലിയ കൊഞ്ചിനെ കണ്ടിട്ടേ ഇല്ല. നിന്നെക്കാളും വലുതാ. അപ്പേ ഇത് എവിടുന്നാ തുടങ്ങേണ്ട? ഞാൻ കാണിച്ചു തരാം. ഓക്കെ. വലിയ കുഴപ്പമില്ല, തിന്നാം അല്ലേ? കൊള്ളാം. ഉദ്ദേശിച്ച പോലെ വലിയ ഗുണമൊന്നുമില്ലടേ. ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ മത്തി. എക്സാക്ട്ലി. നമുക്ക് കാശ് ചെലവാകണം, അത്രയല്ലേ ഉള്ളൂ. അത് ചെലവായി. ബില്ലിങ് തരാൻ പറ. ചെക്ക് പ്ലീസ്. ബില്ല് അവിടെ കൊടു. അളിയ രൂപ 5600 മാറി കിട്ടി. ഫാസ്റ്റ്. അളിയ ഇതുപോലെ 3 കൂടെ പാഴ്സൽ ചെയ്തുകൊണ്ട് പോവാം. പാഴ്സൽ ചെയ്യണ്ട. കീപ് ദ ചേഞ്ച്. എക്സ്ക്യൂസ് മീ സർ, മാനേജർ വിളിക്കുന്നു. വാട്ട്? ബില്ലിൽ എന്തെങ്കിലും പണം ഇനിയും വേണമായിരിക്കും. എനി മിസ്റ്റേക്ക്? അറിയില്ല സർ, പ്ലീസ് കം. പോവാം. ഈ തുണി ഇരിക്കട്ടെ, നിലം തുടയ്ക്കാം. അത് കഴിഞ്ഞ് മുഖവും തുടയ്ക്കാം. Deep sea hunters. Yes, deep sea hunters. Taramayula, Urumishkula, Aina, Yamaha, Tapioca, Rimua, Yalasam, Yaka, Urumeserio, Yoda, Osaka, Natarino, Uzaka, Molia, Iru, 25 packets. Osaka. എന്തിനാ സർ വിളിപ്പിച്ചത്? പ്രത്യേക കാരണമുണ്ട്. നിങ്ങൾ കഴിച്ച ലോബ്സ്റ്റേഴ്സ് ഞങ്ങൾക്ക് സപ്ലൈ ചെയ്ത് ഡീപ് സീ ഹണ്ടേഴ്സ് എന്ന പുതിയ കമ്പനിയാണ്.
മീറ്റ് മിസ്റ്റർ മേനോണ്ടി, ബോൺസായ് ബോൺസായ്. ഡീപ് സീ ഹണ്ടേഴ്സിന്റെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഹലോ ഹലോ ഹലോ. നൂറുകണക്കിന് ഡിഷസുകൾ മെനു കാർഡിൽ ഉണ്ട്. അതിൽ നിന്നാണ് നിങ്ങൾ ലോബ്സ്റ്റർ സ്ഥാനം തിരഞ്ഞെടുത്തത്. നിങ്ങളെ പോലുള്ള ലോബ്സ്റ്റർ പ്രേമികളാണ് ഡീപ് സീ ഹണ്ടേഴ്സിന്റെ നിലനിൽപ്പിന് വിഷയം. ഒസാക്ക ഒസാക്ക ഒസാക്കയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത ഒരു പ്രത്യേകതരം ലോബ്സ്റ്ററാണ് ഇന്ന് ഞങ്ങളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതാദ്യമായി ഓർഡർ ചെയ്തത് ലോബ്സ്റ്റർ പ്രേമികളായ നിങ്ങളും. ആ സ്പെഷ്യൽ ഡിഷ് ഡീപ് ഡീപ് സീ ഹണ്ടേഴ്സിന്റെ കോംപ്ലിമെന്റ് ആണ്. ബില്ല് ഓൾറെഡി കമ്പനി പേ ചെയ്ത് കഴിഞ്ഞു. ഇരിക്കൂ. സർ പ്ലീസ്, എന്തായാലും ഞങ്ങൾ പേ ചെയ്ത് പോയില്ലേ സർ? നോ നോ, താങ്ക് യു സർ. എക്സ്ക്യൂസ് മീ, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഡീപ് സീ ഹണ്ടേഴ്സിന്റെ സ്നേഹോപഹാരം. താങ്ക് യു. ഇത് നേരിച്ചും ലോബ്സ്റ്റർ ആണ്. ജീവനുള്ളതാണോ? ഉണ്ടായിരുന്നു 8 മാസത്തിന് മുമ്പ്. അതാണ് ഈ മുറിക്കകത്ത് കയറിയപ്പോ ഒരു അവിഞ്ഞ നാറ്റ. കൊടു. നിങ്ങൾ ഈ സ്കോച്ച് ഹിസ്റ്ററിയെ കുറിച്ച് കേട്ടിട്ടില്ലേ? 100 വർഷം, 50 വർഷം, 10 വർഷം അത്രയും പഴക്കമുള്ള ലോബ്സ്റ്റർ നമ്മുടെ കയ്യിൽ ഉണ്ട്. പക്ഷേ അതിന് വില കൂടും. ഇതിന് ഞങ്ങൾ എത്ര രൂപ തരണം? കമ്പനി, ഇത് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ആണ്. പണം വേണ്ട. നോ ക്യാഷ്. ചതിച്ചല്ലോ പടച്ചോനെ. ഇവിടെ നിന്നാ നമ്മുടെ കാശ് ചെലവാകില്ല. വേറെ മാർഗം തേടുന്ന നല്ലത്. റെഡി, തൽക്കാലം നമുക്ക് സ്ഥലം വിടാം. പ്രസന്റഡ് ബൈ ഡീപ് സീ ഹണ്ടേഴ്സ്. അവന്റെ അമ്മൂമ്മയുടെ ലോബ്സ്റ്റർ പെർമാങ്കിനെ. എന്റെ ബലമായ സംശയം ആ. ഇത് ആ ഷെവലിയർ ബൗണ്ട് കാസിനെ വെച്ച് നടത്തുന്ന ഒരു വേലയായിരിക്കുമോ എന്നാണ്. അയ്യോ, എന്നാ നമുക്ക് ഈ കാശും കൊണ്ട് തേരാപ്പാര ഓടാനേ കഴിയത്തുള്ളൂ. ഓടിയാ കുഴപ്പമില്ലായിരുന്നു. ഉം. കമ്പി എണ്ണേണ്ടി വരുമെന്നാ എനിക്ക് പേടി. ഛേ, വെറുതെ ഓരോന്ന് പറഞ്ഞ മനുഷ്യനെ പേടിപ്പിക്കാടേ. ഫോൺ തന്നെ അടിക്കുന്നേ. ഹലോ, എന്താ ഇത്? ഹലോ, എന്നോടൊന്നും മിണ്ടണ്ട. ഇന്നലെ ഇവിടുന്ന് പോയിട്ട് ഒന്ന് ഫോൺ ചെയ്യാൻ തോന്നിയില്ലല്ലോ. ഫോൺ ചെയ്യലല്ല, അങ്ങോട്ട് വന്ന് രണ്ട് തരാൻ എനിക്ക് തോന്നുന്നത്. എന്നാ എന്റെ ചക്കര ഇങ്ങോട്ട് ഓടുവാ. ഇടി പെണ്ണെ, കുറെ കാശും കൈ തന്ന് ഞങ്ങളെയൊക്കെ കുറെ കളിപ്പിക്കാന്ന് കരുതിയോ? ഫ്രെഡി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊരു പുല്ലും കേൾക്കണ്ട. പപ്പയ്ക്കും മോൾക്കും എക്സ്പെരിമെന്റ് നടത്താൻ ഞാൻ എന്റെ ഗിനിപ്പിക്കോ മറ്റാണോ? കറക്റ്റ്. ഷട്ടപ്പ്. എനിക്കിതൊന്നും നേരത്തെ അറിയില്ലായിരുന്നു ഫ്രെഡി. ഓക്കെ, തനിക്കറിയില്ല, സമ്മതിച്ചു. പക്ഷെ തന്റെ പപ്പയുടെ ഉദ്ദേശം എന്താ? അപ്പോഴേ സാറേ, ഇപ്പൊ വലിയ വീമ്പം നടക്കണ്ട. ഈ വീരവാദങ്ങളൊന്നും ഇന്നലെ പപ്പയുടെ മുമ്പിൽ വെച്ച് കേട്ടില്ലല്ലോ. 5 ലക്ഷം രൂപ 7 ദിവസം കേൾക്കേണ്ട താമസം പെട്ടി എടുത്തോണ്ട് ഓടി. സാധു അല്ലെങ്കിൽ അപ്പോഴേ പറയായിരുന്നില്ലേ ഞാൻ ഗിനിപ്പിക്കല്ലെന്ന്. എന്താ ഒന്നും മിണ്ടാത്തെ? ഞാനൊരു കളി പറഞ്ഞതല്ലേ ഫ്രെഡി. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? ഐ ലവ് യു. ഐ ലവ് യു. മോനോ, ഐ ലവ് യു. ഐ ലവ് യു മോനോ. ഫ്രെഡി, എന്റെ ചക്കര ഒരു മണവാട്ടിയായി എന്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ സ്വപ്നം കണ്ടു. എങ്ങനെ എങ്ങനെ എങ്ങനെ? എന്റെ ചക്കര ഒരു മണവാട്ടിയായി എന്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ സ്വപ്നം കണ്ടു. ഫ്രെഡി, കോൾ അടിച്ചില്ലേ? അപ്പൊ ചില ഇതൊന്നും പോരാ. ഇതൊരു ലൈറ്റ് ട്രീറ്റ്മെന്റ് അല്ലേ? ഇനി എന്തെല്ലാം ട്രീറ്റ് കിടക്കുന്നു. എനിക്കൊരു ട്രീറ്റും വേണ്ട. ആ, വേണ്ടെങ്കിൽ വേണ്ട. അതല്ല, പപ്പ തന്ന കാശ് പെട്ടെന്ന് തീർക്കാൻ നോക്ക്. എന്നിട്ട് വേണം. എന്നിട്ട് വേണം? എന്നിട്ട് വേണം. ഓക്കെ, ബൈ. നല്ല മധുരമുണ്ട്. ഇച്ചിരി കഴിച്ചു. കൊള്ളാം.
ഹലോ, എക്സ്ക്യൂസ് മീ. ചേട്ടന് നാണില്ലേ വഴി കിടന്നിങ്ങനെ തല്ലൂടാൻ? അത് പെൺകുട്ടികൾക്ക് വഴി കൂടെ നടക്കാൻ പറ്റില്ലെന്ന് വെച്ചാ? എന്നാ എല്ലാ ദിവസവും ചേട്ടന് തല്ലൂടേണ്ടി വരും. എന്തിനാ ചേട്ടാ എന്നോട് വിളിക്കുന്നേ? ഷെവലിയാറിന്റെ മോളെ ചേട്ടന് ഇഷ്ടമല്ലേ? ഒരു വീക്ക് വെച്ച് തന്നാലുണ്ടല്ലോ ഓടിയാണ്. അവള് പറഞ്ഞാലും എന്താണടാ ഒരു തെറ്റ്? നീ എന്തിനാണ് ആ ഷവലിയാർ പെണ്ണിന്റെ വായിലായിട്ട് നോക്കി നടക്കുന്നത്? എന്റെ അമ്മച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത്? അമ്മച്ചി പറയണതാ. നിന്നെ ആ പെണ്ണിനെ ഹോട്ടലിൽ വെച്ച് കണ്ടവരുണ്ടല്ലോ. ഹോട്ടലിലോ? ആ, അതമ്മച്ചി ഒരാഴ്ച. എന്റെ മാതാവേ, ഇവൻ എന്താണ് ഈ പറയണത്? നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടോ മനുഷ്യ? ഇവൻ ഒരാഴ്ചയായിട്ട് ആ പെണ്ണിന്റെ കൂടെ പൊറുതിയാണെന്ന്. അതല്ല അമ്മച്ചി, ഞാനും ചിത്രനും ഒരാഴ്ച 5 ലക്ഷം. എനിക്കിനി ഒന്നും കേൾക്കണ്ട. ഇവനാണ് എന്റെ കൈവശം കൊടുത്തിരിക്കുകയാണ്. അപ്പച്ച ഞാൻ പോണു. എന്റെ ദൈവമേ, ഞാൻ എന്തിനാണ് ഇനി ജീവിച്ചിരിക്കുന്നത്? ആയുള്ളൊരു ആന്തരം ഇങ്ങനെയായി പോയല്ല. നീ ഒന്ന് സമാധാനിച്ചു. കാര്യം അറിയാതെ ചങ്കിടിച്ച് പദമാക്കല്ലേ. എന്നെ നെഞ്ഞത്തി എവിടെയല്ലേ അവൻ പോയേക്കണത്? എടി ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഈ ഒരാഴ്ചത്തെ കളി എന്താണപ്പാ? അപ്പച്ച കറിക്കൊണ്ട് കിട്ടിയ ചോദിക്കപ്പച്ച. നിങ്ങൾ തന്നെ തിന്നണ്ട. ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യുന്ന മിഷനറീസ് ഇവിടെ ഇറക്ട് ചെയ്യുമ്പോ വെന്റിലേഷൻസ് പോരാതെ വന്നേ. ബാക്കി സേഫ്റ്റി മെഷേഴ്സ് സ്വാമിക്ക് അറിയാമല്ലോ. അറിയാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചീഫ് എഞ്ചിനീയർ നാളെ സാറിനെ കാണാൻ വരുന്നുണ്ടോ? ഹലോ ഹലോ, ആ ബോംബെന്നാ. ബോംബെന്നാ. യെസ്, മിഖായൽ ഹിയർ. हाँ बोलिए जनाब, बोलिए. हाँ क्या कोटेशन वो तो भेज चुका. हाँ ऑलरेडी सेंड. ए मिस्टर, मैं किसी को ऐसा वादा नहीं किया. मैं इतना सा जिंदा रहूं, समझा? Stop it. ഞാൻ ഇത്ര വർഷം ജീവിച്ചിരുന്നോളാം ആർക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ സ്വാമി? നോ, എന്താ പ്രശ്നം? അല്ല, നമ്മളയച്ച ഗ്ലോബൽ ടെൻഡറിന്റെ കൊട്ടേഷൻ പിൻവലിക്കണം. ആരാണ് ആവശ്യപ്പെട്ടത്? ആ പേരും വിലാസം ഒന്നും പറഞ്ഞില്ല. ഇപ്പൊരു കാര്യം വ്യക്തമായി, ആ ടെൻഡർ നമുക്ക് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനൊരു ഭീഷണിയുടെ ആവശ്യമില്ലല്ലോ. എന്റെ ശരീരം ബുള്ളറ്റ് കൊണ്ട് നിറയ്ക്കുമോ അത്രേ. കാഞ്ചി വലിച്ചാലല്ലേ ബുള്ളറ്റ് പുറത്തു വരൂ. കാഞ്ചി വലിക്കണമെങ്കിൽ വിരൽ ചലിക്കണം. അതിനുള്ള ശക്തി ആരാ കൊടുക്കുന്നത് സ്വാമി? അങ്ങയുടെ നല്ല മനസ്സ് ഈശ്വരൻ കാണാതിരിക്കുവോ? ബോംബെക്ക് ഉടനെ ഒരു ടെലക്ട് കൊടുക്കണം. ആ ഗഫൂറിനെ വിളിക്കാം. സിനിമാ താരങ്ങളുടെ ജീവചരിത്രം ഇവിടെ കിട്ടുന്നതാണ്. അല്ല എന്താ ഇത്? മമ്മൂട്ടിയുടെ ആത്മകഥ ഉണ്ടല്ലേ? ഉണ്ടല്ലോ, അതാ തൂങ്ങിക്കിടക്കണേ. മോഹൻലാലിൻ്റെതോ? അതുണ്ട്. ഇതാണോ? അല്ലല്ല, അതകത്തുണ്ട്. വീക്ക് ഉണ്ടല്ലോ. ജയലക്ഷ്മി അതുണ്ടല്ലോ. ടുഡേ അതുണ്ടല്ലോ. ആ, എന്നാ ഇതെല്ലാം ഞാൻ എടുക്കുക. കളിക്കല്ലേ, പൈസ തരാ കേട്ടോ. എത്ര വേണ്ടി വരും? 1000, 2000, 3000, 5000? കുറേ. ഞങ്ങളുടെ ഇഷ്ടം പോലെ കാശുണ്ടോ. അങ്ങനെങ്കിലും ഒന്ന് ചെലവാകട്ടെ. സാറേ, പടക്കണ്ട് വേണം. പടക്കങ്ങളൊക്കെ ഞാൻ വിഷുവിന് വാങ്ങിച്ചോളാം. ആ പടക്കല്ല, ഈ പടക്കം. പിടിയിടെ. അസല് പടക്കം. തണുപ്പുള്ള രാത്രി, വിശാലാക്ഷി വികാര വിവശയായി വിരിച്ചിട്ട കട്ടിലി മലർന്നുള്ള പൈസ എന്നിട്ട് വായിച്ചോളിയാ. തരങ്ങളെ ചിലക്കാടോ. എങ്ങും നിശബ്ദത, നനനനത്ത കാറ്റ്, മാറത്തൊന്ന് സാരി ഊർന്ന് തറയി വീണു. അവൾ പെറുപെറുത്തു. ഓ, ചേട്ടനൊന്ന് വന്നിരുന്നെങ്കിൽ. പ്ലെയിൻ ലേറ്റാണോ? പ്ലെയിൻ അത്ര ഒന്നുകൂടെ വായിച്ചേ. ചേട്ടൻ വരാറായി. എങ്ങും നിന്നോ ഒരു മോട്ടോർ വാഹനത്തിന്റെ ശബ്ദം. ടപ്പ് 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 ടപ്പ്. അവൾ ജനലിലൂടെ ഏറ്റി വരുന്നില്ല. ചേട്ടൻ വന്നു. എന്റെ ചേട്ടൻ വന്നു. എന്റെ ചേട്ടൻ വന്നു. വരൂ ചേട്ടാ. നിന്റെ ശവോടൊപ്പം ഞാൻ വന്നടാ. ഇരിക്കില്ലേ? കഴിവറ മോനെ, എന്റെ ബ്ലൂ ഫിലിം കൊടുക്കും. എന്റെ സാറേ, ഞാൻ ഇസ്റ്റിമാൻ കളർ ഫിലിമാണ് കൊടുത്തത്. അതിൽ ബ്ലൂ ഉണ്ടായിരുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. മേലാൽ ഈ കാസറ്റ് പരിപാടിയായിട്ട് നിന്നെ ഇവിടെ കണ്ടുപോയാൽ നിന്റെ നട്ടം ഞാൻ വരും. അതുണ്ടെങ്കിലല്ലേ ഊരിയെടുക്കാൻ പറ്റൂ.
പറ്റി? 2 രൂപയ്ക്ക് പറ്റി. ചേട്ടൻ വന്നു, ചേട്ടൻ പോയി. നീ കണ്ടില്ല? കണ്ടു. കളർ പടം ഞാൻ നിർത്തി. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്നെ ആശുപത്രി കൊണ്ടുപോകും. അയ്യോ, എന്റെ ചിത്രത്തിന് എന്ത് പറ്റി? വിഷമിക്കാതെ എന്റെ താമര. എന്ത് പറ്റി? എന്ത് പറ്റാൻ? ആ വീരരുദ്രൻ എന്നെ ഒന്ന് പെരുമാറി. വീരഭദ്രാ? ആ വീരഭദ്ര എന്ന സിനിമയില്, അല്ല പടത്തില്, കാസറ്റില് പൈക്കിന്ന് വീണാടി പെണ്ണേ. അയ്യോ, എന്റെ ഭഗവതി. ഇമോഷണലാകാതെ താമര. കുറച്ച് വെള്ളം ചൂടാക്ക്. മുഴുവൻ പാർട്സ് ഇളകിയെന്നാണ് തോന്നുന്നത്. അയ്യോ, എന്റെ ചിത്രേട്ടൻ എന്ത് ചന്തമുള്ള മൂക്കായിരുന്നു. കേരള വേണ്ട, ഇടയ്ക്ക് എടാ ഇത് എവിടുന്ന് കിട്ടി? സെമിത്തേരി. എന്തിനാടേ ആ പാപം വികലാംഗൻ ഇങ്ങനെ പറ്റിക്കുന്നത്? പാവം വികലാങ്ങന. ഇവനാ കൊള്ളാം. എടാ നിന്റെ അപ്പച്ചി ഇവിടെ വന്നിരുന്നു. അളിയാ നിന്റെ ഗൾഫിലെ ജോലി ശരിയായെന്ന്. രക്ഷപ്പെട്ടല്ലോടെ. എടാ ഈ പണം സമ്പാദിക്കാനാണെങ്കിൽ നാട് വിടണമെന്നില്ല. എനിക്ക് പോണമെന്നില്ല ബഷീർ. അതാണ് ഇവനാ പെണ്ണിനെ വിട്ടേച്ച് ഗൾഫിൽ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അതാണ് പോയില്ലേ അവന്റെ അമ്മ അവനെ വെച്ചേക്കില്ല. അതാണ് ബഷീർക്കാ. ഗുവാഹട്ടിയുടെ കോടത്രയാ? ഗുവാഹട്ടിയോ? പിന്നെ 036 എനിക്ക് തോന്നി. ഇതുപോലെ 10 ഗുവാഹട്ടി വന്നു കഴിഞ്ഞാൽ കമ്മീഷൻ എത്ര തടയെന്നറിയാവോ? കസ്റ്റമേഴ്സിന്റെ സിമ്പതി കിട്ടാൻ വേണ്ടി ഇതുപോലൊരു വികലാംഗൻ നിർത്തുന്ന ടെക്നിക്കല്ലേ? അടുത്ത് തന്നെ നീ ഒരു വികലാംഗനാകുന്ന ലക്ഷണം ഉണ്ട്. നിന്റെ കൈ കൊണ്ടായിരുന്നാ മതി. കഞ്ചങ്കങ്ങ 10 നാളെ ഫുള്ള ഓൾ സീരിയസ് കഞ്ചങ്കങ്ക കൊണ്ടുവരണം. ഓക്കെ ആയിക്കോട്ടെ. സാറിന് കൊണ്ടുപോടെ. അളിയ ഇതിലേതെങ്കിലും ഒരു ബമ്പർ അടിച്ച ഞാൻ ഈ സിറ്റി മുഴുവൻ STD ബൂത്തുകൾ കൊണ്ട് നിറയ്ക്കും. അങ്ങനെ ഞാൻ ലക്ഷപ്രഭുവാകും. സ്വപ്നം കണ്ടോണ്ടിരുന്നോ? വൈകുന്നേരം കാണാം. മോനെയും കാണാനില്ല, മോനെ അന്വേഷിച്ചു പോയ തന്തേനെയും കാണാനില്ലല്ലോ എന്റെ കർത്താവേ. അങ്ങോട്ട് മാറി നിൽക്കു പൂജ. തമ്പി വന്നിട്ട് നേരെ എത്രയായി? ചേട്ടൻ ഡാൻസ് ക്ലാസ്സിൽ കാണുമോ അമ്മച്ചി? അപ്പച്ചൻ അങ്ങോട്ടല്ലേ പോയത്? ആർക്കറിയാം ക്ലാസ്സിലേക്കാണോ ഷാപ്പിലേക്കാണോ പോയേക്കണെന്ന്? ഇതാരാണ് ആശാനെ ഈ പായലെല്ലാം കൊണ്ടൊന്ന് വിളിച്ചത്? എന്റെ അപ്പ മത്തായി 40 പേരെ പണിയും കഴിഞ്ഞിട്ട് വെള്ളമെടുക്കട്ടെ. എന്റെ മാതാവേ, 4 കുഴയണന്റെ ആശാനെ പിടിക്കണ ഓടാഘോഷവ. 2 ഇഞ്ച് വില ചവിട്ടിപ്പൊളിച്ച കാലാണ്. ചിലപ്പോ കുഴയും. ഇത് പിടി. പിന്നെ വേണമെങ്കിൽ നീ ഒന്ന് പിടിച്ചോ ഒരു ബലത്തിന്. ഇതിന് ശരീരം കട്ട് കയറ്റി ഇല്ലേ പോണതാര്? കൊച്ചു പണിക്കൻ്റെ എന്തെടുത്ത് പോണ്, പട്ടമെടുത്ത് പോണ്, മടിയിലെന്ത് നരിപ്പയറ്. എന്തിനു കൂട്ടാൻ? കല്ലിന് കൂട്ടാൻ. എന്തിനു കൂട്ടാൻ? കല്ലിന് കൂട്ടാൻ. എന്തിനു കൂട്ടാൻ? കല്ലിന് കൂട്ടണ്ട. ചവിട്ട് വരുന്നില്ല. ആശാനെ ഭവനമെത്തി വട്ടം നിൽക്കണ് കേടത്തി. എന്റെ കർത്താവേ, ചെറുക്കനെ വിളിക്കാൻ പോയ മനുഷ്യന്മാരുടെ പാട് കണ്ട? നിങ്ങൾ ഫ്രെഡിയെ കണ്ട? അവനവിടെ ഇല്ലടി. എവിടെ? ഷാപ്പിലാ? നീ നിന്റെ കുടുംബത്തോട്ട് പോയിക്കേ. എടി വിരോ, അവനെന്റെ സ്വന്തം ശിഷ്യനാ കേട്ടാ. എടാ പോകാനാ പറഞ്ഞേ. ആശാനെ ഞാൻ പോട്ടാ. അത് തന്നേച്ചു പോടാ. എന്റെ കർത്താവേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. തോക്കാനൊക്കെ നിന്നാടി ഞാൻ ഗുസ്തിക്ക് വന്നില്ലല്ലോ വിരോണി. എന്റെ വായിന്ന് ചൊറുകി വരണുണ്ട് കേട്ടാ. എന്റെ വായിന്ന് പതഞ്ഞാണ് വരണം. കള്ളിന്റെ പറയായിരിക്കും. ഒരു ചവിട്ട് വെച്ച എണ്ണ ഉണ്ടല്ലോ. ആ ചവിട്ടി ചവിട്ടി ഈ കുടുംബം ഒരു ഭാഗമായി. എടി 1951 മുതൽ കാർൽമാന്റെ ഒറ്റവേഷത്തിൽ തട്ടുപൊളിച്ച മഹാനായ ഒരു കലാകാരനടി ചവിട്ടി ചീക്കു. അന്ന് തുടങ്ങിയ ചവിട്ടല്ലേ. 4 മുറി പേടിയുള്ളത് കൊണ്ടും ചെറുക്കൻ ചവിട്ടി 4 കാശ് സമ്പാദിക്കുന്നത് കൊണ്ടും. എടി വിരോ, അവനെന്റെ സ്വന്തം മോനാ. നിങ്ങളുടെ മാത്രം. നീ അതേ പറയുള്ളൂ. ഊനമ്മോവിനെ പട്ടയമച്ചന്റെ കുത്തുഞ്ഞക്കാരന്റെ മോൾ അല്ലേടി നീ. അതല്ലേ 3 നേരം പുഴുങ്ങി വായിക്ക് രുചിയായിട്ട് വെച്ച് വിളമ്പി തരണത്. എന്നെ കൊണ്ടത് പറയിക്കണ്ട. കുഴിവെട്ടി ഹൗസിന്റെ ആടി. എടി 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 എന്റെ അപ്പം കുഴിവെട്ടി ഹൗസ് തന്നെയാടി. അപ്പന് പറയണ. അമ്മച്ചി നിർത്തുന്നുണ്ടോ? ഞാൻ വെറും ഒരു കുസീഞ്ഞക്കാരി. കറിക്ക് എന്ത് കിട്ടി വീരോ? ഇച്ചിരി ചാള. ആ ചാളയാർന്നാ? എന്നാ മാങ്ങായിട്ട് കൊതപ്പീര്. എന്നാ